രാമനാരായണ രാമ. 1770 കോടി വർഷം കഴിഞ്ഞു ഭൂമി ജന്മമെടുത്തത്. ഒരു വ്യക്തി തന്റെ മാതാപിതാക്കളുടെ ചിന്ത, ശീലങ്ങൾ, അവരുടെയും ദാർശനികത പിന്തുടരുന്നു. ഒരു പഠിച്ച കുട്ടി, ഒരു ഡോക്ടർ, ഒരു MLA, ഒരു ജസ്റ്റിസ്, ഒരു എഞ്ചിനീയർ, ഇവരിൽ ഒരാൾ പോലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അവരുടെ മാതാപിതാക്കൾ അവരുടെ ദാർശനികത അവരിലേക്ക് നിർബന്ധിച്ചു. എന്നെ ചിന്തിക്കാൻ പ്രകൃതി നിർബന്ധിച്ചു. ഈ വാക്കുകൾ ഞാൻ പറഞ്ഞതല്ല. ഈ ദാർശനികത മഹാഗുരു ബാലക ബ്രഹ്മചാരിയുടേതാണ്. 10 വർഷങ്ങൾ മുമ്പ് രൂപം ആരംഭിച്ചു. രൂപം ഒരു മാർഗം, ഒരു മാപ്പാണ്. എങ്ങനെ മാപ്പിൽ നിങ്ങൾക്ക് അമേരിക്ക എവിടെയാണ്, റഷ്യ എവിടെയാണ്, ഇന്ത്യ എവിടെയാണ് എന്നിവ കാണാനും അവിടെ പോകാനും കഴിയും. എന്നാൽ രൂപം നമുക്ക് എന്തു പറയുന്നു? കുറച്ചു ദിവസം മുമ്പ് ഹിന്ദുജനങ്ങളും ബംഗാൾ ആളുകളും ദുർഗാപൂജ നടത്തുകയുണ്ടായി. ദുർഗയുടെ 10 കൈകളുണ്ട്. 10 കൈകളുടെ അർത്ഥമെന്ത്? ഭൂമിയിൽ ഒരു മനുഷ്യനിന്നു 10 കൈകൾ ഉണ്ടാകുമോ? എനിക്ക് എപ്പോഴും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കാണാനില്ല. അപ്പോൾ 10 കൈകളുള്ള രൂപം എന്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുക? ദുർഗാമാത എന്തു പറയുന്നു? ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പഴയ കാലങ്ങളിൽ ജ്ഞാനികൾ ദുർഗാമാതായുടെ 10 കൈകൾ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും കൈകൾ എന്നതായി പറഞ്ഞിരുന്നത്. കാരണം അവളുടെ 10 കൈകളിൽ 10 ആയുധങ്ങളാണ്. ദുർഗാമാത പറയുന്നു, എന്നെ ഉയർത്തൂ, എനിക്ക് മധുരം അല്ലെങ്കിൽ പൂവുകൾ വേണ്ട. എന്റെ കൈകളിലെ ആയുധങ്ങൾ എടുക്കുക, സമൂഹത്തിൽ നടക്കുന്ന എല്ലാം നശിപ്പിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മോശമായ ചിന്തകൾ പുറത്തെടുക്കുക. രൂപം അതുകൊണ്ട് നെ ചതിക്കുന്നതിനായി വന്നിരിക്കുന്നു. എന്നാൽ എന്റെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല, അത് ഇപ്പോഴും തുടരുന്നു. നിങ്ങൾ എത്ര ഓർമ്മശേഷിയുള്ളവരായാലും ആ തന്നെ മൂമായ കാര്യങ്ങൾ ചെയ്യുന്നു. ബുദ്ധി നമ്മുടെ അള്ളാഹ്, ഖുദാ, ദൈവമാണ്. ബുദ്ധി ആകാശമാണ്, ബുദ്ധി എല്ലാമാണ്. അനാവശ്യമായ ചിന്തകൾ ഒന്നും വേണ്ട. ചുരുക്കം ചിന്തിക്കണം. എന്റെ മാതാപിതാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലായ്പ്പോഴും പിഴവുകളുണ്ട്. ഞാൻ അകന്നിരിക്കുന്നു. ഇപ്പോൾ സയൻസ് കാലഘട്ടമാണ്. നിരവധി കണ്ടുപിടുത്തങ്ങൾ നിർമ്മിതമായിരിക്കുന്നു. പല ഉത്പന്നങ്ങളും ഭൂമിക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, എന്നാൽ സൃഷ്ടിച്ചിട്ടില്ല. ഭൂമി കാണുന്നു, സൂര്യൻ കാണുന്നു, ആകാശം കാണുന്നു, ജലം ചിപ്പിച്ചിരിക്കുന്നു, എല്ലാം മുകളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം കാണപ്പെടുന്നു. പ്രവർത്തനങ്ങൾ ഉടനീളം ആരംഭിക്കും. ഭൂമിയുടെ ചലനം, ആകാശത്തിന്റെ ചലനം തുടരും. ചിന്തിക്കൂ, സമുദ്രം എത്ര വലിയതായിരിക്കും, പർവ്വതം എത്ര വലിയതായിരിക്കും. പ്രകൃതിയിൽ സമുദ്രം സൃഷ്ടിച്ചു, പിന്നെ അത് പർവ്വതങ്ങളായി മാറ്റിയിരിക്കുന്നു. ശാസ്ത്രജ്ഞർക്ക് ഇത്ര വലിയ പർവ്വതം നിർമ്മിക്കാൻ പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല. വടിയില്ലാതെ ഒരു മരം നിർമ്മിക്കാൻ പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല. അതിനാൽ ഭൂമി ഓരോ വ്യക്തിക്കും ചിന്തിക്കാൻ സമയം നൽകുന്നു. ഇന്ത്യയുടെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. അവരെ കാണിച്ചു നൽകണം. ആകെയുള്ള ലോകം ഇന്ത്യയുടെ വോയിസ് കേൾക്കണം. അത് നമ്മുടെ ദൗത്യം. ആകെയുള്ള ലോകം പ്രകൃതിയുടെ വോയിസ് കേൾക്കണം. ഞങ്ങൾ അതിനെ ചെയ്യുന്നു. നാം മോദി, യോഗി എന്നിവർക്ക് സംസാരിക്കാം. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ബന്ധമില്ല. എനിക്ക് 2 നല്ല ആളുകൾ വേണം. അവർ കണ്ടെത്തി. ഇപ്പോൾ നാം നോക്കാം, മോദിയെ ആരാണ് കൊല്ലുക, യോഗിയെ ആരാണ് കൊല്ലുക. എനിക്കൊരു ശക്തിയുമില്ല, എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളെ കാണിക്കാം, ഭൂമിയിൽ അടച്ചുവെക്കാം. ഞാൻ വെറും വലിയ വാക്കുകൾ മാത്രം പറയുന്നില്ല. എനിക്ക് ധൈര്യമുണ്ട്. ഞങ്ങൾ അത് കാണിച്ചു ചെയ്യുന്നു. ചലഞ്ച് എടുക്കുന്നവരില്ല, എന്നാൽ ശേഷം നമ്മെ കൊല്ലുമെന്ന് ഭീഷണിയിടുന്നു. മുന്നോട്ട് പോ, എവിടെ മരിക്കും എന്ന് പറയൂ. ഞാൻ ആരെ ശ്രവൈറ്റ്, ആരാണ് എന്നെ കൊല്ലാൻ പോകുന്നത്? പ്രകൃതിയോട് എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ള അവകാശം ലഭിച്ചിട്ടുണ്ട്. ഏതു മതത്തിൽ നിന്നു ജനിച്ച കുട്ടിയ, ഇത് മുസ്ലിം ആകുകയോ ഹിന്ദു ആകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ ആകുകയോ, എല്ലാവരും കണ്ണീർ നിറഞ്ഞാണ് ജനിക്കുന്നത്. ദൈവം എവിടെ, ആഹ് എവിടെ? ഇപ്പോൾ കാണുന്നത് തന്നെയാണ് സത്യമായിരിക്കുക. ഇപ്പോൾ സൂര്യൻ കാണപ്പെടുന്നു, ഭൂമി കാണപ്പെടുന്നു, വായു കാണപ്പെടുന്നു, ജലം കാണപ്പെടുന്നു, ആകാശം കാണപ്പെടുന്നു. ഇത് ഇപ്പോഴുമുണ്ട്, പിന്നീട് ആകുമ്പോഴും ഉണ്ടായിരിക്കും. അതിനാൽ അവയുടെ മൂല്യം ഒന്നുമില്ല. മനുഷ്യനാൽ നിർമ്മിച്ച ഓരോ ഉത്പന്നത്തിനും മൂല്യമുണ്ട്, എന്നാൽ മേൽനിന്നുള്ള പ്രമാണത്തിനും മൂല്യമില്ല. കാണാനാവാത്തതിൽ അർത്ഥമില്ല.